ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വളരെ ഫേവറേറ്റായ ഒരു സ്മൈലിയാണ് ഞാൻ ആക്കുന്നത്, പൊട്ടറ്റോ സ്മൈലി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 to 5 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് വേവിച്ചാണ്. ഇതുപോലെ ഒരു മെഷ് ഉള്ള ഒരു അരിപ്പ കയ്യിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അരിപ്പ പോലത്തെ സാധനം എടുത്തിട്ട് നമ്മൾ ഈ ബോയിൽഡ് പൊട്ടറ്റോ ഇതിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്കത് നല്ല പൊടിഞ്ഞ് വരുന്നതായിട്ട് കാണും. ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ കിട്ടിയാൽ നമുക്കിത് വെച്ച് കുഴച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തായാലും അതിൽ പൊട്ടറ്റോൻ്റെ ലംസ് ഉണ്ടാവും. നമ്മൾ വെറുതെ മാഷ് ചെയ്ത് കൊടുത്താൽ അത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു വാട്ടറി ഫോമിലും വരും. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോർ ഇടുക. ഇത് ബൈൻഡിങ്ങിന് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു കണക്കിലിട്ടാൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു 4 to 5 ഉരുളക്കിഴങ്ങിന് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി കൈവച്ച് ഇതുപോലെ കുഴച്ച് നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ ആഡ് ചെയ്യുക. അത് കറക്റ്റ് ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ഡോ കുഴച്ച് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ നല്ലതായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത വിധത്തിൽ നല്ല പാകത്തിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്കിതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കില്ലേ, അതേപോലെ ആക്കിയാൽ മതി. അപ്പം മുഴുവൻ മാവും നമ്മൾ ഇതേ ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ വളരെ എളുപ്പമാണ് ആക്കാൻ വേണ്ടി, അധികം ടൈം കൺസ്യൂമിങ് അല്ല. അതുപോലെ തന്നെ പിള്ളേർ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, വൈകുന്നേരങ്ങൾക്ക് അവർക്കൊരു സർപ്രൈസ് പോലെ വീട്ടിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ അതിനകത്തേക്ക് ആ സ്മൈലി ഷേപ്പ് ആക്കാൻ വേണ്ടി, അപ്പോൾ ഞാൻ കണ്ണാക്കാൻ വേണ്ടി ഇതുപോലൊരു പപ്പടം കുത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 സൈഡിലും വരില്ല കേട്ടോ. ഇനി ആക്കിയാലും നമ്മൾ ഒരു സൈഡ് കവറാവും. അത് കാരണം നമ്മൾ ഒരു സൈഡിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാത്തിനും ഞാൻ കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഇതുപോലെ ഫ്രണ്ട് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അതിന് ലിപ്പ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്മൈലി റെഡിയാണ് കണ്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീട്ടിലാക്കിയാണ് ആരും പറയില്ല. ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു ഷാലോ കം ഡീപ്പ് എന്ന് തന്നെ പറയാം. വെറും ഷാലോ ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി ഒരു ഡീപ്പ് ഫ്രൈയിൽ തന്നെ പെടും കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഞാനിതിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്തെങ്കിലും റിഫൈൻഡ് ഓയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളെല്ലാ സ്മൈലീസും റെഡിയാണ് കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് ടൊമാറ്റോ സോസ് വെച്ചിട്ട് സെർവ് ചെയ്യാം. താങ്ക്